ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹപൂർണമായ ഈ പ്രഭാതത്തിൽ ഒരു പ്രഭാത ജാഗരണവുമായി നിങ്ങളുടെ മുന്നിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ വാക്യം ഇങ്ങനെ വായിപ്പാൻ തക്കൊണ്ട് സാധിക്കുന്നു. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. യിരെമ്യാവ് 33:6 ഇങ്ങനെ പറയുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഭക്ഷണ രീതി ചിന്തയെ ബാധിക്കുന്നു. ഭക്ഷണ രീതി ചിന്തയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ തത്വങ്ങൾ വ്യക്തികളായും ഒരു ജനമായും നമുക്ക് വളരെയേറെ അർത്ഥവത്താണ്. ആരോഗ്യ നവീകരണ ദൂത് ആദ്യം എനിക്ക് വന്നപ്പോൾ ഞാൻ അശക്തയും ദുർബലയും ആയിരുന്നു. അലൻസി പറ്റി പറയുകയാണ്. ആരോഗ്യ ദൂതിനെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തു തിന്നണം, എന്തുടുക്കണം എന്നുള്ളതായ മനുഷ്യൻ്റെ ചിന്ത. തിന്നുന്നതിലെയും കുടിക്കുന്നതിലെയും വർജനം മിതത്വം കൊണ്ട് മനസ്സിനെയും ശരീരത്തെയും ദൈവസ്നേഹത്തിന് അനുകൂലമായ അവസ്ഥയിൽ സൂക്ഷിക്കണമെന്നും അവിടുന്ന് നിർദ്ദേശിച്ചു തന്നു. എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിച്ചുകൂടാ എന്നുള്ളത് വ്യക്തമാണ്. ദൈവം മനുഷ്യർക്ക് ആദ്യമായി നൽകിയതായ ആഹാരമെന്ന് പറയുന്നത് ഫലങ്ങളാണ്, സസ്യങ്ങളാണ്. അതിൽ നിന്നും മനുഷ്യൻ വേർതിരിഞ്ഞുകൊണ്ട് മാംസം ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യൻ്റെ ചിന്തയും അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും മൃഗീയമായി തീർന്നു. ആയതിനാൽ ആഹാരത്തിൽ വളരെയധികം സ്വാധീനമുണ്ട്. ഭക്ഷണ രീതി നമ്മുടെ ചിന്ത എന്ത് ചെയ്യുന്നു, അത് ബാധിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഭക്ഷണ കാര്യത്തിൽ അനുവർത്തിക്കേണ്ട കൃത്യമായ ഒരു രേഖയും നാം അടയാളപ്പെടുത്തുന്നില്ല. പഴങ്ങളും ധാന്യങ്ങളും ഉരുക്കളും ധാരാളമായി ലഭിക്കുന്ന രാജ്യങ്ങളിൽ മാംസഭക്ഷണം ദൈവജനങ്ങൾക്ക് ശരിയായതല്ലെന്ന് പക്ഷേ നാം തറപ്പിച്ച് പറയും. എല്ലാ കാര്യാദികളും ദൈവം മനുഷ്യന് ആവശ്യമായ എല്ലാ കാര്യാദികളും ദൈവം ഭൂമിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അത് ഭക്ഷിക്കുന്നതിന് പകരം ജീവികളെ കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ സ്വഭാവത്തിനെന്ത് സംഭവിച്ചു, മാറ്റം വന്നു തുടങ്ങി. മാംസ ഭക്ഷണത്തിന് മൃഗ പ്രകൃതം ഉളവാക്കുന്ന പ്രവണത ഉണ്ടാകുമെന്ന് എനിക്ക് നിർദ്ദേശം ലഭിച്ചു. നമ്മുടെ പ്രവാചിയായ അലൻസി പറ്റി പറയുകയാണ്. മാംസം തിന്നു കഴിഞ്ഞാൽ, മാംസം നമ്മൾ ഭക്ഷിക്കുമ്പോൾ ആ മൃഗത്തിൻ്റെ സ്വഭാവം കൂടി എന്ത് ചെയ്യുന്നു, നമ്മളിൽ ഉണ്ടാവുകയാണെന്നാണ്. മറ്റുള്ള ഓരോരുത്തരോടും തോന്നേണ്ട സ്നേഹവും അനുകമ്പയും അത് മനുഷ്യരിൽ നിന്ന് കവർന്നു കളയും. നോക്കണം, നമ്മൾ മാംസം ഭക്ഷിക്കുന്നതിലൂടെ എന്തു ചെയ്യും, നമ്മൾ മനുഷ്യരോട് കാണിക്കേണ്ടതായ സ്നേഹവും സന്തോഷമൊക്കെ എന്തു ചെയ്യും, ഈ തിരുന്നതായ ആഹാരം കവർന്നു കളയും എന്ന് പറയുന്നു. അത് മനുഷ്യരുടെ അധമ വികാരങ്ങൾ ഉയർന്ന് കഴിവുകളെ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുവാനും അവസരം ഒരുക്കും. മാംസഭക്ഷണം എപ്പോഴെങ്കിലും ആരോഗ്യകരം ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് സുരക്ഷിതമല്ല. അർബുദവും ദുഷിച്ച മുഴകളും ശ്വാസകോശ രോഗങ്ങളും അധികവും മാംസഭക്ഷണം മൂലമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ മാംസഭക്ഷണം നമ്മൾ അധികമായിട്ട് കഴിക്കുമ്പോൾ ആവശ്യമില്ലാത്തതായ രോഗങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിന്മേൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് മനുഷ്യൻ പിന്തിരിയണം. മാംസ ഭക്ഷണം മൂലം നമുക്ക് ശരീരത്തിൽ രോഗങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നതിനെ കുറിച്ചുണ്ടായ ഒരു ബോധം
നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം? നൽകണം. അങ്ങനെ അവർ വിഷമയമല്ലാത്തതായ ആഹാരങ്ങൾ ഭക്ഷിച്ച് അവർ ദീർഘായുസോടുകൂടി ഇരിക്കുവാൻ ഇടയായിത്തീരും എന്ന് നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. മാംസഭക്ഷണത്തെ കൂട്ടായ്മയുടെ ഒരു പരിശോധന ആക്കുവാൻ നാം ഉദ്ദേശിക്കുന്നില്ല. മാംസം ഭക്ഷിക്കുന്ന പ്രഖ്യാപിത വിശ്വാസികൾ മറ്റുള്ളവരുടെ മേൽ ഉണ്ടാക്കുന്ന സ്വാധീനം പക്ഷേ നാം പരിഗണിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ ദൂതുവാഹരെന്ന നിലയിൽ നാം ജനങ്ങളോട് പറയേണ്ടതല്ലേ, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യും. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും. എന്താ പറയുന്നത്? നമ്മൾ ധാന്യങ്ങളും പഴങ്ങളും കുരുക്കളും ധാരാളമായി ഭക്ഷിക്കുന്നതിന് പകരം മാംസാഹാരം ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആ കഴിക്കുന്നതായ മൃഗങ്ങളുടെ സ്വഭാവം പ്രകടമാക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അധികമായിട്ട് മാംസം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്മേൽ അർബുദവും ദൂഷിച്ച മുഴകളും ശ്വാസകോശ രോഗങ്ങളും തീരുന്നു അധികമായി ഉണ്ടാകും എന്ന് നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നുവെങ്കിൽ അവരും ഈ സത്യം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? ഇതിൽ നിന്നെല്ലാം പിന്തിരിയുവാൻ ഇടയായിത്തീരും എന്ന് നമുക്ക് കാണുവാൻ തക്ക സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പരിപൂർണമായും ഈ മാംസ ഭക്ഷണത്തിൽ നിന്ന് വേറിട്ട് നിൽക്കണമെന്ന് പറയുകയാണ്. നൽകുന്നതായ മുന്നറിയിപ്പ് എന്ത് ചെയ്യുന്നില്ല? മനുഷ്യരിന്ന് മാനിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവനിഷ്ടമുള്ളതായ മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നാശത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം അവർ കടന്നു പോകും. ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾക്ക് യാതൊരു പ്രസക്തിയും നിന്നില്ല, കൊടുക്കുന്നില്ല എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് ഭക്ഷണ രീതി നമ്മുടെ ചിന്തയെ അത് ബാധിക്കും. നാം കഴിക്കേണ്ടത് ഏതു തരം ഭക്ഷണമാണ് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് നാശമുണ്ടാക്കുന്ന തരത്തിലുള്ളതായ ആഹാര രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും കടന്നു പോകരുത്. ലോകം മുഴുവനും ആഹാര രീതികൾ മുഴുവനും വിഷമയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഇതിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും പിന്തിരിയണം. അതിനുവേണ്ടി നമ്മളെ തലമുറയെ നന്നായി പഠിപ്പിച്ച് ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം മാതാപിതാക്കൾ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രഭാത ജാഗരണത്തിൽ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. അനുഗ്രഹപൂർണമായ ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് കർത്താവേ ദൈവത്തിൻ്റെ വചനവുമായിട്ടായിരിക്കാൻ കർത്താവ് സഹായിച്ചതിനാൽ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം നൽകിയതായ ആഹാര രീതി കർത്താവെ ഞങ്ങൾ എല്ലാം പ്രകടമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. വിഷമയമായ ആഹാര രീതിയിൽ നിന്ന് പിന്തിരിവാനുള്ളതായ കൃപയും അനുഗ്രഹവും കർത്താവ് ഞങ്ങൾക്ക് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളർന്നു വരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ശരിയായ ആഹാര രീതിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, കൃപയിൽ സൂക്ഷിക്കണം, മാനവും മഹത്വം എടുക്കണം. സകലവും യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.